ഏതാ മോഡല്? 2023-24 രജിസ്ട്രേഷൻ വണ്ടി വരുന്നത്. 3 മോഡൽ 24 രജിസ്ട്രേഷൻ. അപ്പോൾ വാറണ്ടി 27 വരെ ഉണ്ടോ? ആ വണ്ടി കമ്പനി വാറണ്ടി. കമ്പനി വാറണ്ടി തന്നെ നിൽക്കുകയാണ്. ടാറ്റയുടെ വാറണ്ടിയിൽ 27 വരെ വണ്ടി നിൽക്കുന്ന വണ്ടിയാണ്. മാനുവൽ നേരത്തെ ഓട്ടോമാറ്റിക് ആണത് കേട്ടോ. അന്ന് ടോപ്പിന്റെ താഴേക്ക് താഴെ ആസ്റ്റ ഓപ്ഷൻ ഉണ്ടാവും, ആസ്റ്റ ഉണ്ടാവും അതിന്റെ താഴെ. ഓക്കെ, പുഷ് ബട്ടൺ ഉണ്ടാവില്ലല്ലോ? സ്പോർട്സ് ഓപ്ഷനിൽ വരുന്നുണ്ട്. ഓപ്ഷനിലുണ്ട്. ഇത് പുഷ് ബട്ടൺ വരില്ല, അലോയ്സും ഉണ്ടാവില്ല. 2 ഇയർ വാറണ്ടി, 2 ഇയർ വാറണ്ടി, റോഡ് സൈഡ് അസിസ്റ്റ് എല്ലാം കിട്ടുന്നുണ്ട്. ഏറ്റവും ഫുൾ ഓപ്ഷൻ, പുഷ് ബട്ടൺ, അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്ന എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി കോമ്പാക്ട് സഡാൻ കാറ്റഗറിയാണ്. മാനുവൽ ഓട്ടോമാറ്റിക്. ഓക്കെ, CVT ഓട്ടോമാറ്റിക്. ഒരു 12-16 വരെയൊക്കെ ഏകദേശം മൈലേജ് കിട്ടും. നോക്കി ഓടിച്ചാൽ 16 വരെ കിട്ടും. അതിന്റെ മേലെ പ്രതീക്ഷിക്കണ്ട. ഓക്കെ, അപ്പോൾ മൈലേജ് ിനേക്കാൾ കുറച്ചും കൂടി കിട്ടും. അത് മാരുതിയാണ്. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കണ്ണൂർ കാറും ബൈക്കിലാണ്. ഫതിലാണ് നമ്മുടെ കൂടെ. ഫതിലെ സ്വാഗതം. ഓക്കെ, അപ്പോൾ കുറച്ചായി നമ്മൾ പുതിയ സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട്. പുതിയ സ്റ്റോക്ക് മഴ ആയതുകൊണ്ട് നല്ല നല്ല ചെറിയ വണ്ടികളും വലിയ വണ്ടികളും സൈസ് എല്ലാം ഉണ്ട്. ഓട്ടോമാറ്റിക് മാനുവൽ ആയിട്ടെല്ലാം ഉണ്ട്. അതായത് എല്ലാ സെഗ്മെന്റ് ആളുകൾക്കും കണക്കായിട്ടുള്ള വാഹനങ്ങളുണ്ട്. ഏത് സെഗ്മെന്റ് നോക്കുന്ന ആളുകൾക്കും ഇങ്ങോട്ടേക്ക് വരാം. കണ്ണൂർ തോട്ടടയാണ് കാറും ബൈക്കിന്റെ ലൊക്കേഷൻ വരുന്നത്. ഇവരുടെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓപ്പണിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. അറിയാലോ, 2 വർഷം വരെ വാറണ്ടി ലഭിക്കുന്ന വാഹനങ്ങളും അതേപോലെ തന്നെ റോഡ് സൈഡ് അസിസ്റ്റ് എല്ലാ വാഹനങ്ങൾക്കും റോഡ് സൈഡ് അസിസ്റ്റ്. ഏത് പഴയ വാഹനം കേട്ടോ. അതുപോലെ വാറണ്ടി വെച്ചാൽ അതിന്റെ ടേംസ് അനുസരിച്ചാണ്. 7 വർഷത്തിനുള്ളിൽ വരുന്ന വാഹനങ്ങൾക്ക് 2 വർഷം വരെ, അതിന്റെ 9 വർഷം വരെ 1 വർഷം അല്ലേ, 1 വർഷം റോഡ് സൈഡ് അതെല്ലാം വണ്ടിക്കുണ്ട്. പിന്നെ വെച്ചാൽ എടുക്കുന്ന വണ്ടികളെല്ലാം ഇൻസ്പെക്ട് ചെയ്ത് എടുക്കുന്നതായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഓഫർ ഒന്നും വേണ്ട, നല്ല വിലപ്പാത്ത് കൊടുക്കാൻ പറ്റും. റേറ്റ് ഫൈനലാക്കിയിട്ട് തന്നെ പറഞ്ഞാൽ മതി. വീഡിയോ എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ എല്ലാവരും കമന്റ്സിലേക്ക് വാ, നമുക്കൊന്ന് ഇന്ററാക്ട് ചെയ്യാം. എല്ലാവർക്കും ഇപ്പോൾ മറുപടി എഴുതിട്ട്. അപ്പോൾ എല്ലാവർക്കും കമന്റ്സിലേക്ക് സ്വാഗതം. നേരെ വീഡിയോയിലേക്ക്. നമ്മുടെ ആദ്യ വാഹനം ടാറ്റ പഞ്ചാണ്. KL 32 ചേർത്തല രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഇതെങ്ങനെ മോഡൽ? 2023 മോഡല്, 18,000 കിലോമീറ്റർ ഓടിയിട്ടു. ഓട്ടോമാറ്റിക് ആണ്. 3 വർഷം കൊണ്ട് ലോ കിലോമീറ്റർ വാഹനം, AMT ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ക്യാമോ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് ഡുവൽ ടോൺ ആയിട്ട് വരുന്ന വൈറ്റും ഗ്രീനും വരുന്ന. ഓക്കെ, AC, പവർ സ്റ്റിയറിംഗ്, ഫോളോവർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, സ്റ്റിയറിംഗ് കൺട്രോൾസ്, 2 എയർ ബാഗ്, പിന്നെ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. ഡിഫോഗർ, വൈപ്പർ, അലോയ്സ്, പുഷ് ബട്ടൺ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, നല്ല ടയർസ് ആണ്. അവർ ഓട്ടേ പോയിട്ടില്ല കേട്ടോ. ചെറിയ ഓട്ടേ പോയിട്ടുള്ളൂ, കുറഞ്ഞ ഓട്ടേ പോയിട്ടുള്ളൂ. അപ്പൊ ഇപ്പോ ഈ ഒരു മഴക്കാലത്ത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ടയർ മാറേണ്ട ആവശ്യം അങ്ങനത്തെ ഒന്നും. ഓക്കെ, പിന്നെ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള വാഹനം. അതെ, അതാണ് മെയിൻ. ഇപ്പൊ സേഫ്റ്റി എല്ലാവരും നോക്കുന്നുണ്ട് ഇപ്പൊ. അപ്പോ നമുക്കിത് ഫൈനൽ എത്ര കൊടുക്കാം? ഫൈനൽ നമുക്ക് 6,55 കൊടുക്കാം. ഫൈനൽ ഏകദേശം 6,55. ഓക്കെ, 6,55,000 രൂപയ്ക്ക് 2023 മോഡൽ, 2 വർഷം ഫുള്ള് വാറണ്ടി. അതെ, 2 ഇയർ വാറണ്ടി. ടാറ്റയുടെ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വാറണ്ടി. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടോ വിളിച്ചോ. 2023 മോഡലാണ്, ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, അടുത്തത് ഹോണ്ട അമേസ് ആണ്. ഒരു കോമ്പാക്ട് സെഡാൻ കാറ്റഗറി. പുതിയ അമേസിന്റെ തൊട്ട് മുന്നേറിയ ഷേപ്പാണ്. KL 29 കായംകുളം തോന്നുന്നു അല്ലേ? തെറ്റിപ്പോയിട്ടുണ്ട്, ക്ഷമിക്കാം. ഓക്കെ, അപ്പോ ഏതാ മോഡൽ? ഇത് വരുന്നത് 2022 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. VX വരുന്നത്. VX ആണ് അല്ലേ? ഓക്കെ, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 22 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കാണ്. നേരത്തെ പഞ്ച് സിംഗിൾ ഓണർഷിപ്പ് അല്ല? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, അപ്പൊ ഇതിനും 2 ഇയർ വാറണ്ടി, 2 ഇയർ വാറണ്ടി, റോഡ് സൈഡ് അസിസ്റ്റ് എല്ലാം കിട്ടുന്നുണ്ട്. ഏറ്റവും ഫുൾ ഓപ്ഷൻ, പുഷ് ബട്ടൺ, അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്ന എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി കോമ്പാക്ട് സഡാൻ കാറ്റഗറിയാണ്. മാനുവൽ ഓട്ടോമാറ്റിക്. ഓക്കെ, CVT ഓട്ടോമാറ്റിക്, ഫുള്ളി ഓട്ടോമാറ്റിക്. ഒരു 10-14 റേഞ്ച് വരെയൊക്കെ ഏകദേശം മൈലേജ്. ഓക്കെ, 13-14 മാക്സിമം. ഓക്കെ, പിന്നെ ക്ലെയിം കാര്യമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ 22 മോഡലിൽ ഫുൾ ഓപ്ഷനിൽ CVT ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്റർ 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 48,000. ഓക്കെ, ഓട്ടം കറക്റ്റ് ആണ്. പിന്നെ എത്രയാ ഫൈനൽ? നമുക്കിത് ഏറെ കൊടുക്കാം. 7,50,000 ഫുൾ ഓപ്ഷൻ CVT ഓട്ടോമാറ്റിക് 22 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് അമേസ് ആണ് കിട്ടുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. മാക്സിമം ലോണും കയറും. മാക്സിമം ഫുൾ ലോൺ തന്നെ നോക്കി ചെയ്യാം, നല്ല പ്രൊഫൈൽ ആണെങ്കിൽ. ഓക്കെ, അടുത്തത് മാരുതി സുസുക്കി വാഗണർ. ഏതാ മോഡൽ? വാഗണർ 2019 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1 ലിറ്റർ അല്ല, 1.2 ഓട്ടോമാറ്റിക് ആണ്. AMT. ഓക്കെ, ഓട്ടോമാറ്റിക് AMT 1.2 ആണ്. 19 മോഡലിൽ ലോ കിലോമീറ്റർ ആണ്. ആ ഒരു മോഡൽ വെച്ച് വർഷം വെച്ച് നോക്കുകയാണെങ്കിൽ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഇതും 2 ഇയർ വാറണ്ടി കവർ ആവും. കവർ ആവും. ഓക്കെ,
അപ്പോൾ വാഗണർ ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് എങ്ങനെ പോയാലും ഒരു 13-16 വരെയൊക്കെ ഇതിന് മൈലേജ് കിട്ടുമല്ലോ, അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. MT അല്ലേ വരുന്നത്? അല്ല കിട്ടും, 1.2 അല്ലേ, എന്തായാലും അത്രയും ഉണ്ടാവും, 13-17 വരെ മാക്സിമം. ഓക്കെ, ഇതും കുഴപ്പമില്ലാത്ത ടയർ ഭാഗം കാര്യമൊക്കെ ഉണ്ട്. 4 ടയറും പുതിയ ഇട്ടതാ. അത് ശരി, ഒന്നും ചെയ്യാനില്ല അല്ലേ. ഓക്കെ, അപ്പോൾ ഇതേത് ഓപ്ഷൻ ഏതാ? VXi ആണല്ലേ. ഓക്കെ, അപ്പോൾ 4-door പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും. എത്ര ഇപ്പോൾ ഫൈനൽ നമുക്ക് ഇത് 5,20 കൊടുക്കാം. 5,20,000 19 VXi ഓട്ടോമാറ്റിക് വാഹനമാണ്, സിംഗിൾ ഓപ്ഷൻ. ഓക്കെ, അണ്ടർ വാറണ്ടിയാണ്, വാറണ്ടി അടക്കമുള്ള വിലയാണ് പറയുന്നത്. ഓക്കെ, അഡീഷണൽ ആയിട്ട് വരുമൊന്നുമില്ല, വാറണ്ടി അടക്കമുള്ള വിലയാണ് എല്ലാത്തിനും പറയുന്നത്. അപ്പോൾ താല്പര്യമായിട്ട് വിളിച്ചോളൂ. ഒരു 4.25 ലക്ഷം മാക്സിമം ലോൺ കൊടുക്കാം, നല്ല പ്രൊഫൈൽ ആണെങ്കിൽ കൊടുക്കാം. ഓക്കെ, അടുത്തത് ഹ്യുണ്ടായി i20, ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റ് ആണ്. എലൈറ്റ് ഷേപ്പ്. ഏതാ മോഡൽ? 2017 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്നുണ്ട്. പെട്രോൾ 45,000 കിലോമീറ്റർ ഓടി. 17 സിംഗിൾ ഓണർ തന്നെ. ഇപ്പൊ കണ്ട എല്ലാ സിംഗിൾ ഓണർ ലോ കിലോമീറ്റർ വണ്ടികളാണ് ഇപ്പൊ കണ്ടത്. ഇതും ലോ കിലോമീറ്റർ ആണ്. ആ ഒരു വർഷം സംബന്ധിച്ച് വളരെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സ്പോർട്സ് ആണ് ഓപ്ഷൻ അല്ലേ? സ്പോർട്സ് ഓപ്ഷൻ. ഓക്കെ, അന്ന് ടോപ്പിന്റെ താഴേക്ക് താഴെ ആസ്റ്റ ഓപ്ഷൻ ഉണ്ടാവും, ആസ്റ്റ ഉണ്ടാവും അതിന്റെ താഴെ. ഓക്കെ, പുഷ് ബട്ടൺ ഉണ്ടാവില്ലല്ലോ? സ്പോർട്സ് ഓപ്ഷനിൽ വരുന്നുണ്ട്. ഓപ്ഷനിലുണ്ട്. ഇത് പുഷ് ബട്ടൺ വരില്ല, അലോയ്സും ഉണ്ടാവില്ല. ബാക്കി ബേസിക് എല്ലാ ഫീച്ചേഴ്സും എല്ലാം വരുന്നുണ്ട്. പിന്നെ i20 പെട്രോൾ മൈലേജ് കുറവായിരിക്കും പൊതുവെ, ഒരു 11-14 വരെയൊക്കെ മൈലേജ് കണ്ടാൽ മതി. അങ്ങനത്തെ പെർഫോമൻസും സ്റ്റെബിലിറ്റി ഒക്കെ ഉള്ള വണ്ടിയാണ്. CNG ചെയ്യാം, പെട്രോൾ വണ്ടിയാണ്. പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് CNG ചെയ്യാൻ പറ്റുമെന്ന്. പെട്രോൾ വണ്ടിക്ക് അധികത്തിൽ CNG ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ CNG ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മൈലേജിൽ കൊണ്ടു നടക്കാൻ പറ്റും. കാരണം വെച്ചാൽ EVക്ക് ഇപ്പോൾ പലർക്കും ഡൗട്ടാണ്, എവിടെയാ ചാർജിങ് സ്റ്റേഷൻ, അങ്ങനത്തെ പേടികളുകൊണ്ട് മൈലേജ് വേണ്ടവർ EVയിലേക്ക് പോകുന്നില്ല. അപ്പോൾ അവർക്ക് പെട്രോളും വേണം, ഡീസലിന് മെയിൻ്റനൻസ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പെട്രോൾ എടുക്കേണ്ട ഒരു അഡീഷണൽ CNG കിറ്റ്. ഓക്കെ, ക്ലെയിമും കാര്യമൊന്നുമില്ല. ഒന്നും ക്ലെയിം കാര്യമൊന്നും. ഇത് വാറണ്ടി കവറാവോ? ഇതിൽ നമുക്ക് 1 വർഷം വാറണ്ടി, 1 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും. അപ്പോൾ കുറവല്ലേ, നമുക്ക് ഇത് 5,20 കൊടുക്കാം. ഓക്കെ, 17 മോഡൽ സ്പോർട്സ് i20 5,20 ഫൈനലാണോ? ഫൈനൽ ചെറിയ രീതിയിൽ എന്ത് ചെയ്ത് കൊടുക്കാം, നമുക്ക് ലോ കിലോമീറ്റർ അല്ലേ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. വീണ്ടും ഒരു കിഡിലൻ ടാറ്റ പഞ്ച് വന്നിരിക്കുകയാണ്. KL 55 തിരൂർ രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഡ്യുവൽ ടോൺ ഫുൾ ഓപ്ഷൻ. ഇത് ഫുൾ ഓപ്ഷൻ Creative+S. ഓക്കെ, സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പുഷ് ബട്ടൺ, അലോയ്സ്, എല്ലാ ഫീച്ചേഴ്സും വരും. നേരത്തെ കണ്ട പോലെയല്ല, ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഏതാ മോഡൽ? 2023-24 രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. 3 മോഡൽ 24 രജിസ്ട്രേഷൻ. അപ്പോൾ വാറണ്ടി 27 വരെ ഉണ്ടോ? വണ്ടി കമ്പനി വാറണ്ടി തന്നെ നിൽക്കുകയാണ്. ടാറ്റയുടെ വാറണ്ടിയിൽ 27 വരെ വണ്ടി നിൽക്കുന്ന വണ്ടിയാണ്. മാനുവൽ. നേരത്തെ ഓട്ടോമാറ്റിക് ആണത് കേട്ടോ. ഓക്കെ, ഇത് ഒരു 12-15 റേഞ്ച് മൈലേജ് കിട്ടും ഇതിന്. ഓക്കെ, ക്ലെയിം കാര്യം ഒരു ഡോർ മാറിയിട്ടുണ്ടായിരുന്ന കമ്പനി തന്നെ ശരിയുള്ളതാ. ക്ലെയിം ഉണ്ട്, ഓക്കെ, ഡോർ മാറിയിട്ടുണ്ട്, ക്ലെയിം ഉണ്ട്. അതൊക്കെ പുതിയ വണ്ടിയല്ലേ, ചെറിയ എമൗണ്ട് കൊടുത്താൽ പെട്ടെന്ന് മാറാലോ, വെറുതെ വർക്ക് എടുത്തിട്ട്. അങ്ങനല്ല ഞാൻ ചോദിച്ചത്, ക്ലെയിം ഉണ്ടോ? ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഭയങ്കര മേജർ ആയിട്ടുള്ള അടി കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. ചെറിയ സ്ക്രാച്ച് ആയാൽ തന്നെ ഇൻഷുറൻസിൽ മാറും. അതുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോ കിലോമീറ്റർ പറഞ്ഞോ? കിലോമീറ്റർ 26,000 കിലോമീറ്റർ. 26,000. ഓക്കെ, വലിയ ഓട്ടോ അല്ല. അപ്പോൾ എത്രയാ ഫൈനൽ? ഇത് നമുക്ക് ഫൈനൽ 6,95 കൊടുക്കും. ഫൈനൽ 6,90,000. 23 മോഡൽ, 24 രജിസ്ട്രേഷൻ, ഫുൾ ഓപ്ഷൻ, സൺറൂഫ് അടക്കം വരുന്ന മാനുവൽ പഞ്ചാണ്, സിംഗിൾ ഓണർഷിപ്പ്, 26,000 കിലോമീറ്റർ ഓടിയ വണ്ടി. താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ഒരു 6 ലക്ഷം ലോൺ, 6 ലക്ഷം മേലെ ലോൺ കൊടുക്കാം. ഓക്കെ, ടാറ്റയല്ലേ കൊടുക്കാം. അടുത്തത് i10 ഗ്രാൻഡ് ആണ്. KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഏതാ മോഡൽ? 2016 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർ, 16 മോഡലാണ്. കിലോമീറ്റർ 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓ, കുറഞ്ഞ ഓട്ടമല്ലോ. ലോ കിലോമീറ്റർ വണ്ടി. സർവീസ് ഒക്കെ കമ്പനിയാണോ? ബസ്സൊക്കെ സർവീസ് കമ്പനി തന്നെയാ. അല്ല, ഇപ്പൊ മൊത്തത്തിലുണ്ടോ കമ്പനി? നല്ല കമ്പനി മൊത്തത്തിൽ. അല്ല, വേറെ എന്താ പറയാ, ഡാമ്പിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ ചെക്ക് ചെയ്തത്. അങ്ങനെയല്ല, ഉറപ്പിക്കാൻ പറ്റുമോ? വിശ്വസിച്ചെടുക്കാൻ പറ്റിയ വണ്ടിയാ. ഓക്കെ, ഏതാ ഓപ്ഷൻ പറഞ്ഞേ? സ്പോർട്സ്. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ടോപ്പിലേക്ക് പോകുമ്പോൾ അലോയ്സ്, പുഷ് ബട്ടൺ, ബാക്ക് വൈപ്പർ, ഈ 3 സാധനം ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരും. മിറർ അഡ്ജസ്റ്റ്മെന്റ് അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. 16 സ്പോർട്സ്, സെക്കൻഡ് ഓണർഷിപ്പ്, ലോ കിലോമീറ്റർ വണ്ടി. ഒരു 12-16 വരെയൊക്കെ ഏകദേശം മൈലേജ് കിട്ടും. നോക്കി ഓടിച്ചാൽ 16 വരെ കിട്ടും, അതിന്റെ മേലെ പ്രതീക്ഷിക്കണ്ട. ഓക്കെ, അപ്പോൾ മൈലേജ് ിനേക്കാൾ കുറച്ചും കൂടി കിട്ടും. അത് മാരുതിയാണ്. പിന്നെ എത്രയാ ഫൈനൽ? 360 കൊടുക്കാം. 360 ഫൈനൽ പറയുന്നത്? 360 നോക്കാം നമുക്ക്. വന്നിട്ട് കസ്റ്റമറെ ചെയ്ത് കൊടുക്കുമല്ലോ. ഓക്കെ, ആയിക്കോട്ടെ. എന്തായാലും ഒരു 3 ലക്ഷം വരെ ലോണും കയറുമോ? 3 സംതിങ് ലോൺ കയറും. ഓക്കെ, അടുത്തതാ ഒരു റെഡ് സെലേറിയോ ആണ്.
ന്യൂ ഷേപ്പിൽ വന്ന സെലറിയോ അല്ലേ? 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്, സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. സെക്കൻഡ് ഓണർ മാനുവൽ അല്ലേ? മാനുവൽ. ഓക്കെ, ഏത് ഓപ്ഷൻ? ZXi ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. നല്ല മൈലേജിൽ ഇറങ്ങിയ ഒരു സെഗ്മെന്റ് ആണിത്. ഇറങ്ങിയ കാലത്ത് നല്ല കേട്ടിട്ടുണ്ട്, നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. 24-25 മൈലേജിൽ മറ്റും ഇറങ്ങിയതാ. അത്രക്ക് ഉണ്ടോ ശരിക്കും? കിട്ടുന്നുണ്ട്. മാനുവലിൽ കിട്ടും. എന്തായാലും ഒരു 20 പ്രതീക്ഷിച്ചോ? അത്രയും മൈലേജിൽ ട്രെൻഡിങ് ആയ വണ്ടിയാണ് അത്. ക്ലെയിമും കാര്യമൊന്നുമില്ല അല്ലേ? ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, 22 ZXi സിംഗിൾ ഓണർഷിപ്പ്, സെക്കൻഡ് ഓണർ, KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വണ്ടി. നമുക്ക് 2 വർഷം വാറണ്ടി എല്ലാം കിട്ടും. 2 വർഷം വാറണ്ടി അടക്കം കൊടുക്കാം. ഓക്കെ, എത്രയാ ഫൈനല്? ഇത് നമുക്ക് 5,10. 5,10,000 22 മോഡൽ ഫുൾ ഓപ്ഷൻ വാഹനമാണ്. അപ്പൊ താല്പര്യമുണ്ടോ? പ്ലസ് ഉണ്ടോ? ZXi പ്ലസ് ഉണ്ടോ? അപ്പൊ താല്പര്യമുണ്ടോ? വിളിച്ചൊരു 4.25 വരെയൊക്കെ ലോൺ ചാൻസ് ഉണ്ടോ? തീർച്ചയായും കിട്ടും. ഓക്കെ, 2 ഇയർ വാറണ്ടി കവേർഡ് ആണ്. കിട്ടും. 5 സംതിങ് IDV ഉണ്ട്. ഉണ്ടല്ലേ? അടുത്ത സെലറിയോ ആണ് ഇത്. ഇതിന്റെ മുന്നുള്ള ഷേപ്പാണ്, തൊട്ട് മുന്നേ ഷേപ്പ്. KL78 ഇരിട്ടി രജിസ്ട്രേഷൻ ആണ്, കണ്ണൂർ ജില്ല. ഏതാ മോഡൽ ഇത്? 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. ഓക്കെ, ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ VXi ആയിരുന്നു. VXi മിഡിൽ ഓപ്ഷൻ ആണ്. അലോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അലോയിൽ എക്സ്ട്രാ ചെയ്താ? കമ്പനി അലോയ് വീല് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. 20 മോഡലും ഉണ്ട്. കിലോമീറ്റർ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 30,000 മാത്രം. ലോ കിലോമീറ്റർ വണ്ടിയാണ് ഇത്. സിംഗിൾ ഓണർഷിപ്പ്. ഒരു ക്ലെയിം ഇല്ലല്ലോ? മെയിൻ ഗ്ലാസ് മാത്രമേ ഉള്ളൂ. മെയിൻ ഗ്ലാസ് മാത്രം മാറി കമ്പനി തന്നെ അല്ലേ? ഓക്കെ, ഇഷ്ടമുള്ളതാ. ഓക്കെ, ഇതിന് നിങ്ങളുടെ വാറണ്ടി കവറല്ലേ? ഇതൊരു വാറണ്ടി എല്ലാം കിട്ടുന്നുണ്ട്. വാറണ്ടി അടക്കമുള്ള വിലയാണ് പറയുന്നത്. അഡീഷണൽ ആണോ എന്ന് സംശയിക്കേണ്ട, അടക്കമുള്ള വിലയാണ് പറയാ. അപ്പോൾ VXi ആണ്. ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. മിറർ അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. എത്രയാ ഫൈനൽ? നമുക്ക് 4,90 കൊടുക്കാം. 4,90,000 രൂപയ്ക്ക് 20 മോഡൽ VXi അലോയ്സ് ഒക്കെ അഡീഷണൽ ചെയ്തേക്കുന്ന വണ്ടിയാണ്. വലിയ ഓട്ടം പോയിട്ടില്ല. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. മാക്സിമം ലോണും കൊടുക്കാം. ഓക്കെ, അടുത്തത് ടാറ്റ ടിയാഗോ ആണ്. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വാഹനം, തലസ്ഥാന നഗരിയിൽ. അതെ, ഏതാ മോഡല്? 2022 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, 22 വലിയ ഓട്ടം പോയിട്ടില്ല. 4 വർഷം കൊണ്ട് നോർമൽ ഓട്ടം. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ XZ+. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. ഓക്കെ, പ്രൊജക്ട് ഹെഡ് ലാമ്പ്, അലോയ്സ് കാര്യങ്ങളൊക്കെ വരും. പിന്നെ പുഷ്പട്ടൺ ടിയാഗോയിൽ വരുന്നില്ല. അതെ, ഒരു ഓപ്ഷൻ ഇല്ല, ഒരു മോഡലും ഇല്ല. ഓക്കെ, ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, ക്ലെയിമും കാര്യങ്ങളൊന്നും. ഇത് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയ വണ്ടിയാണ് ഈ ഷേപ്പിലേക്ക് വന്നപ്പോൾ. പിന്നെ അപ്പോൾ നല്ലൊരു ഹാച്ച് ബാക്ക്, അത്യാവശ്യം സേഫ്റ്റിയിൽ നല്ലൊരു ഒരു ഹാച്ച് ബാക്ക് ആണ്. മൈലേജ് ഉണ്ടാവും. എന്നാൽ ഒരു 14-17 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടുന്നതാണ്. 3 സിലിണ്ടർ റേഞ്ചിലാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മൈലേജ് കിട്ടും. നമുക്ക് എത്രയാ ഫൈനൽ? ഇത് നമുക്ക് 5,10 കൊടുക്കാം. 5,10,000 22 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ്, 46,000 കിലോമീറ്റർ അല്ലേ? ഓക്കെ, ഫുൾ ഓപ്ഷൻ ആണ്. XT XZ ഒന്നല്ല, XZ+ ആണ്. ഓക്കെ, പ്രൈസ് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ലോണും മാക്സിമം ലോണിൽ തന്നെ കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്. വീണ്ടും ഒരു i20 തന്നെ. KL55 തിരൂർ രജിസ്ട്രേഷൻ. ഏതാ മോഡല്? 2018 മോഡല്. എലൈറ്റിന് കഴിഞ്ഞിട്ട് ഇറങ്ങിയ വണ്ടി. എലൈറ്റ് ഇറങ്ങിയതിന് ശേഷം വന്നതാ, ന്യൂ ഷേപ്പിൽ വന്ന. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ്, 81,000 കിലോമീറ്റർ ഓടിയത്. 18 അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ്, 81,000 പെട്രോൾ വണ്ടി. ഒരു 11-14 മൈലേജ് കിട്ടും. സർവീസ് ഒക്കെ ഉണ്ടോ? പ്രോപ്പർ സർവീസുള്ള വണ്ടിയാണ്. ഇതിന് വാറണ്ടി ഉണ്ടാവുമല്ലോ? ഇതിന് നമുക്ക് വാറണ്ടി കൊടുക്കാം. 1 വർഷം കൊടുക്കാം. 1 ഇയർ വാറണ്ടി അല്ലേ? 1 ഇയർ വാറണ്ടി കിട്ടുന്ന വാഹനമാണ്. ഓക്കെ, ക്ലെയിം കാര്യമൊന്നുമില്ല? ഒന്നും ക്ലെയിം കാര്യങ്ങളൊന്നും. ഓപ്ഷൻ വരുന്നത് സ്പോർട്സ് ആണ്. ഫോഗ് ലാമ്പ് കാര്യങ്ങൾ അങ്ങനത്തെ ഫീച്ചേഴ്സ്, DR ലൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പുഷ്പട്ട അലോയ്സ് ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും. ഓക്കെ, എത്രയാ നമുക്ക്? 5,20 കൊടുക്കാം. 18 അല്ലേ? സ്പോർട്സ് 5,20,000 രൂപയ്ക്ക് 18 കൊണ്ടുപോകാം. എന്തൊക്കെ മാറ്റം പ്രതീക്ഷിക്കാം? നമുക്ക് നോക്കി ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ വരുമ്പോൾ പിന്നെ നമുക്ക് ഇവിടെയാണ് ഫൈനൽ റേറ്റ് ഇവർ പറയാത്തത്. ഫൈനൽ റേറ്റ് പറയുന്നില്ല. ഫൈനൽ നമുക്ക് അത് ചെയ്ത് കൊടുക്കണല്ലോ എന്തായാലും. ആയിക്കോട്ടെ, ഓക്കെ. അപ്പോൾ തൽക്കാലം നമ്മൾ എന്തായാലും നിർത്താണ്. കാറും ബൈക്കിലേക്കുള്ള കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമന്റ്സിൽ രേഖപ്പെടുത്താൻ നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. എല്ലാവരും കമന്റ്സിലോട്ട് വന്നോ, എന്തെങ്കിലും കമന്റ് ചെയ്യും. നിങ്ങൾ നിങ്ങൾക്ക് ഏത് വണ്ടി അതെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വണ്ടി നിലവിൽ കയ്യിലുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടായിരുന്നു. ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ട് വളരെയധികം സന്തോഷം. കാരണം എന്താ വെച്ചാൽ വണ്ടി ഉണ്ടായിരുന്നു, അവർ നമ്മളെ കാണുന്നുണ്ട്, അവര് പറയുന്നുണ്ട്, അത് ഇഷ്ടം കൊണ്ട് വീണ്ടും അറിയാൻ വേണ്ടി കാണാണ്. വളരെയധികം സന്തോഷം കേട്ടപ്പോൾ എല്ലാവർക്കും നന്ദി. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക. നമ്മളെ ഫാമിലി മെമ്പർ ആയിക്കോ, ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം അത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു ബ്രോ. താങ്ക് യു. ബൈ.